ഇഷ്ടം ഈ പത്രോസിനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാളെ ഈ കുറേ മനുഷ്യർ അദ്ദേഹത്തെ വെറുതെ എടുത്തു ചാട്ടക്കാരനായിട്ട് പറയും. അദ്ദേഹം ഒരു എടുത്തുചാട്ടക്കാരനുമല്ല. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം എടുത്തുചാട്ടക്കാരനാണെങ്കിലല്ലേ, ഈ ഇന്നലെ കയറി വന്ന പൗലോസ് കൂട്ടത്തിൽ വെച്ച് അങ്ങയുടെ ഫരിസേയമായ ഒരു തണ്ട് കാണിക്കുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്. പക്ഷെ ആ സമയത്ത് പത്രോസ് കാണിക്കുന്ന സൗമ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൗലോസിനോടൊരു നീരസം തോന്നും. ഇവൻ ഇന്നലെ കയറി വന്ന ആളല്ലേ, എന്നിട്ട് കർത്താവ് അധികാരം ഏൽപ്പിച്ചതിനോടൊക്കെ കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണില്ല അത് വരുന്നു. അപ്പോൾ എനിക്ക് പൗലോസിനോട് അന്നും ഇന്നും ഒത്തുതീർപ്പ് വന്നിട്ടില്ല. ശരിക്കും പ്രബോധനം ഭയങ്കര ഗംഭീരമാണെങ്കിലും സ്വഭാവം എനിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. കാര്യം നമ്മൾ എടുത്തുചാട്ടക്കാണെന്ന ഒരു ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആള് പക്ഷേ എടുത്തുചാട്ടം കാണിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ എല്ലാവിധ പക്വതയോടും കൂടിയാണ് പൗലോസ് കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയത്തെ സംയമനത്തോടെ കരുതുന്നത് എന്താണ്? അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പത്രോസ് കണ്ടതുപോലെ വല്ലതും ആരെങ്കിലും കണ്ടോ? പത്രോസ് കർത്താവിനോട് സംസാരിച്ച പോലെ ആരെങ്കിലും സംസാരിച്ചോ? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ആർക്കെങ്കിലും കർത്താവ് വാതിൽ തുറന്നു കൊടുത്തോ? ഇല്ല. ഈ മനുഷ്യൻ ഭയങ്കരനാണ്. ഈ മനുഷ്യനാണ് ഒരിക്കൽ പറയണതേ, ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂർ പോകത്തില്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പം കൈ നീട്ടുമ്പോൾ ഈ മനുഷ്യൻ അറിയാതെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പണ്ട് കുറേ കാശുണ്ടായിരുന്ന ആളാണ്. കാര്യം എൻ്റെ വെള്ളത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇപ്പം കർത്താവ് വിളിക്കണമെമ്പോൾ കാശ് ഇതിൽ കിടന്നിട്ടുണ്ട് ആളാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി പത്രോസിനും താക്കോല് യൂദാസിനും കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു സംഘർഷമായിരുന്നു പത്രോസിൻ്റെ ജീവിതം മുഴുവനും. അധികാരമില്ല പത്രോസിന്, താക്കോല് യൂദാസിന്. എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പോസ്തലന്മാരെല്ലാം കമ്മ്യൂണിറ്റി കണക്ഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയണതെല്ലാം പത്രോസിനോട്. പക്ഷെ കൊടുക്കേണ്ടതാരാണ്? യൂദാസ് കൊടുക്കുക. ആ കള്ളനായതുകൊണ്ട് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട് ആ പെട്ടിയിൽ നിന്ന് വീഴുന്ന കാശൊക്കെ അവൻ അടിച്ചു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ